ഒരു കാട്ടിൽ ചിങ്കി, രേണു എന്നു പേരുള്ള 2 മാനുകൾ ഉണ്ടായിരുന്നു. ചിങ്കി കാലിന് വികലാംഗം ഉണ്ടായിരുന്നു. പിന്നെ രേണു ആണെങ്കിൽ നല്ല ആരോഗ്യമുള്ളതായിരുന്നു. രേണു, നീയും എന്നെ പോലെ അമ്മയാവാൻ പോകുന്നു അല്ലേ? അത് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആശംസകൾ പറയാൻ വന്നതാ. അത് കൂടാണ്ട് ഞാൻ ഗണപതിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിങ്കി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. നീ ഒരു വികലാംഗനായ ഒരു മാനാണ്. ഞാൻ ആഗ്രഹിക്കുന്നില്ല നിന്റെ നിഴൽ എന്റെ കുഞ്ഞിന് വരണമെന്ന്. അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞി ഭൂമിയിൽ വരുന്നത് വരെ നീ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത്. എനിക്ക് നിന്റെ പ്രാർത്ഥന ഒന്നും വേണ്ട. നീ ഇങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി. ഇത് കേട്ട് ചിങ്കിക്ക് സങ്കടം വന്ന് അവിടെ നിന്ന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ചിങ്കിക്ക് ഒരു കുഞ്ഞു വാവ ഉണ്ടായി. ആ കുഞ്ഞിനെ കണ്ടവൾക്ക് ഒരുപാട് സന്തോഷമായി. വന്നല്ലോ എന്റെ കുഞ്ഞ് ഈ ലോകത്തേക്ക്. ഇനി എനിക്ക് വേറെ ആരും വേണ്ട, നീ മാത്രം മതി. എന്റെ ഗണപതിയെ കാത്തു രക്ഷിച്ചതിന് നന്ദി. ചിങ്കി, നിന്റെ മനസ്സ് വളരെ നല്ലതാണ്. നീ മോശം ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് ഗണേശ ഭഗവാൻ നിനക്ക് നല്ലൊരു കുഞ്ഞിനെ തന്നത്. ഞാനിതിന്റെ പേര് ചിന്റു എന്ന് വെക്കും. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഇപ്പൊ ജനിച്ച് കുറച്ചു ദിവസമായ ചിന്റു സന്തോഷത്തോടെ ഓടാൻ തുടങ്ങി. അവന്റെ സന്തോഷം കണ്ടപ്പോ അവക്കും ഒരുപാട് സന്തോഷമായി. അവൾ ഗണപതിയുടെ അമ്പലത്തിലോട്ട് പോയി. എന്നിട്ട് ഗണപതിയോട് ഒരുപാട് നന്ദി പറഞ്ഞവൾ. പിന്നീട് എല്ലാ മൃഗങ്ങളും രേണുവിന്റെ അടുത്തോട്ട് വന്നു. അറിഞ്ഞോ രേണുമാനെ, നമ്മുടെ ചിംകി മാന് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടായി. അവള് ഭയങ്കര സന്തോഷത്തിലാ. ആശംസകൾ അറിയിക്കാൻ പോകുന്നില്ലേ? ഞാനും അമ്മയാവാൻ പോവുകയാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ട്. ചിങ്കി വികലാംഗയല്ലേ, അതിന്റെ നിഴൽ എന്റെ കുഞ്ഞിന് പറ്റുമോ എന്തോ. നീ ഈശ്വരനെ പേടിക്കുന്നു. എനിക്കൊരു ദൈവത്തിനെ പേടിയൊന്നുമില്ല. അവളുടെ കുഞ്ഞിന് എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞൊന്ന് വന്നോട്ടെ. ആ കുഞ്ഞിനെയൊക്കെ പുറകിലാക്കി എന്റെ കുഞ്ഞു മുമ്പില് വരും. അടുത്ത ദിവസം രേണുവിനും ഒരു കുഞ്ഞുണ്ടായി. അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് അവളുടെ അടുത്തോട്ട് വന്നു. കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ചിങ്കിയുടെ മോനേക്കാൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ എനിക്ക് കിട്ടുമെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണു? നിനക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇതിന്റെ പേര് റിങ്കു എന്ന് വെക്കാൻ പോണു. എണീറ്റ് നിക്ക്, എന്നിട്ട് ഇവരെ ഓടിക്കാണിക്കേ. അവൾ ഒരുപാട് പറഞ്ഞപ്പോഴാണ് റിങ്കു എണീറ്റ് നിന്നത്. എല്ലാവർക്കും ഇത് കണ്ടിട്ട് ഒരു ഞെട്ടലായിപ്പോയി. കാരണം ഒരു കാലിന് വികലാംഗമുണ്ടായിരുന്നു. ഒരു കാല് കാറ്റിൽ പറത്തി ബാക്കി 3 കാല് വെച്ച് പതുക്കെ പതുക്കെ നടക്കുകയായിരുന്നു. ചിങ്കി കാരണം തന്നെയാണ് ഞാൻ അവളോട് പറഞ്ഞതാണ്, എന്റെ കുഞ്ഞ് ജനിക്കുന്നവരെ എന്റെ അടുത്തോട്ട് വരരുതെന്ന്. അതിന്റെ നിഴല് തന്നെയാണ് എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയത്. അതെങ്ങനെ സംഭവിക്കും? ചിങ്കി മാന് ഈ അടുത്തൊരു കുഞ്ഞുണ്ടായി. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നീ ചിങ്കിനെ എന്തിനാ കുറ്റം പറയുന്നത്? ഇത് നിനക്ക് ഈശ്വരൻ തന്ന ശിക്ഷയാ. ഒരു കാരണവശാലും ആരെയും കുറ്റം പറയരുത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2 പിള്ളേരും നന്നായി സംസാരിക്കാനും തുടങ്ങി. ചിന്റു ആണേൽ നന്നായി ഓടും. മറ്റ് മാൻകുട്ടികളെ തോൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. റിങ്കു ആണെങ്കിൽ ആമ നടക്കുന്ന പോലെ എഴഞ്ഞെഴഞ്ഞാണ് നടക്കുന്നത്. ഇത് കണ്ട് രേണുവിന് ഭയങ്കര വിഷമമായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ദിവസം എല്ലാ മൃഗങ്ങളും കാട്ടിലെ വലിയൊരു മൈതാനത്തിൽ ഒരു വേട്ടക്കാരൻ അവിടെ വന്നു. അവൻ മിണ്ടാതെ തോക്കെടുത്ത് റിങ്കുവിന് നേരെ ഉന്നം വെച്ചു. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് ഓടി അവിടുന്ന്. രേണുവും സ്വന്തം കുഞ്ഞിന്റെ അടുത്ത് എത്തി. റിങ്കു, പെട്ടെന്ന് ഓട്, ഇല്ലെങ്കിൽ ആ വേട്ടക്കാരൻ നിന്നെ കൊല്ലും. ചിങ്കിയും മകൻ ചിന്റുവും വേട്ടക്കാരിൽ നിന്ന് ദൂരെ തന്നെ ആയിരുന്നു. പക്ഷേ റിങ്കുവിന്റെ ജീവൻ ആപത്തുണ്ടെന്ന് കണ്ടപ്പോൾ ചിന്റു റിങ്കുവിനെ രക്ഷപ്പെടുത്തി ഓടിപ്പോയി. വേട്ടക്കാരൻ ഒരു വെടി അങ്ങ് വെച്ചു. റിങ്കുവിന്റെ മുമ്പിൽ ചിന്റു അങ്ങ് വന്നു. ആ വെടിയുണ്ട അവനേറ്റു. അയ്യോ! ചിന്റുവിന്റെ വയറിൽ നിന്നും ചോര വരാൻ തുടങ്ങി. നല്ലൊരു മൃഗത്തെ കിട്ടിപ്പോയി. പിന്നീട് അവിടെ ഒരു വലിയ ആന വന്നു. ഒരു മരത്തിനെ തള്ളി അങ്ങിട്ട് നേരെ വേട്ടക്കാരന്റെ മേലിലിട്ടു.
ഇതറിഞ്ഞ് എല്ലാ മൃഗങ്ങളും ചിണ്ടുവിന്റെ അടുത്തോട്ട് വന്നു. എന്റെ മോനെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്, പക്ഷെ നിന്റെ മോന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവന്റെ ജീവൻ അവൻ കളഞ്ഞു. ചിങ്കി, ഒന്നിങ്ങോട്ട് നോക്കൂ. നിനക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും ആനേനെ ഒന്ന് നോക്കി. ആ ആനയല്ലേ വേട്ടക്കാരനെ തള്ളിയിട്ടത്. അവന്റെ 4 വക്കീന്നും വെളിച്ചം വന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായി ഇത് ഗണപതി ഭഗവാൻ തന്നെയാണെന്ന്. എല്ലാവരും ഇത് കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ ഇരുന്നത്? ക്ഷമിക്കണം. നോം രേണുവിനെ ഒരു പാഠം പഠിപ്പിക്കാനായി ചെയ്തതാണ്. രേണു, നിനക്കെന്താ പറയാനുള്ളത്? ഇത് കണ്ട് രേണുവിന്റെ കണ്ണിലും കണ്ണുനീര് വന്നു. ഗണപതി ഭഗവാനെ, ഞാൻ എപ്പോഴും രേണുവിനെ ഒരു പൊട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ എപ്പോഴും അവളെ കളിയാക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു വികലാംഗ കുഞ്ഞിനെ തന്നത്. എന്നിട്ടും എനിക്കത് മനസ്സിലായില്ല. പക്ഷെ എനിക്കിപ്പം ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ എപ്പോഴും ഈ കുഞ്ഞിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. ആ കുഞ്ഞ് തന്നെ വേണ്ടി വന്നു എന്റെ വികലാംഗനായ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട്. ക്ഷമിക്കണം ചിങ്കി, നീ ഒരു പാഠം പഠിച്ചു. പക്ഷെ എന്റെ ചിണ്ടു തിരിച്ചു വരൂലല്ലോ. ചിങ്കി, നീ നല്ല ഭക്തയാണ്. അപ്പോൾ നിന്റെ വിഷമം ഞാൻ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും? ഇത് കേട്ട് എല്ലാവരും ഗണപതിയെ നോക്കാൻ തുടങ്ങി. ഗണപതിയുടെ കണ്ണിൽ നിന്നും പ്രത്യേകതര വെളിച്ചം വന്നു. ആ വെളിച്ചം ചിങ്കി, റിങ്കു, ചിണ്ടുവിലാണ് പെട്ടത്. ചിങ്കിയും റിങ്കുവിന്റെ കാലം ശരിയായി. ചിണ്ടു ജീവനോടെ വരികയും ചെയ്തു. ഇത് കണ്ട എല്ലാവരുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാരും തിരിഞ്ഞ് ഗണപതി ഭഗവാനെ നോക്കിയപ്പോ അപ്രത്യക്ഷമായി പോയി. അതിനുശേഷം എല്ലാവരും ഗണപതി ഭഗവാനെ മറക്കാറില്ല. ചിങ്കിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോ ചിൻറ്റു ജീവനോടെ തിരിച്ചു വന്നു. അവളുടെ കാല് ശരിയായി. രേണുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടെ മോനും ഇപ്പൊ ഒരു വികലാംഗനല്ലല്ലോ. പക്ഷെ ഇപ്പോഴും ചിൻറ്റും റിങ്കുവും ഓടുമ്പോൾ റിങ്കുവിനെ എപ്പോഴും ചിൻറ്റു പുറകിലാക്കും. പക്ഷെ ഈ കാര്യവും രേണുവിന് വിഷമം കൊടുക്കാറില്ല. അതുകൂടാണ്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറാനും പഠിക്കുകയും ചെയ്തു.